ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ടീച്ചർ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ സോറി ചോദിക്കുകയാണ്, കാരണം എൻ്റെ ഈ വീഡിയോ കുറേ പേര് ഒത്തിരി മുന്നേ ചോദിച്ചതാണ്. പക്ഷേ എനിക്ക് എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ചെയ്യാൻ പറ്റിയില്ല. ആസ് മൈ മാരേജ് ഈസ് നിയറിങ്, ഞാൻ അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ടൈം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. സോ വളരെ ബ്രീഫായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത് അത് തന്നെ കോപ്പി ചെയ്ത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ പറയുന്ന ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് പറയാമെന്നുള്ളത്. നമ്മുടെ വേർഡ്സിൽ നമ്മൾ ഓൺ ദ സ്പോട്ടായിട്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷനാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. സോ ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കര നെർവസ് ആയിട്ട് അങ്ങനത്തെ എക്സ്പ്രഷനൊന്നും ഇടരുത്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കുള്ള ക്വാളിഫിക്കേഷൻസും നമ്മുടെ ക്വാളിറ്റീസൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാവരുത് ഒരു രീതിയിലും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പം ആദ്യം തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ആരൊക്കെയാണോ ഇൻ്റർവ്യൂ പാനലിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത് അവരെ വിഷ് ചെയ്യുക. ഒരു ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കാണ് ഇൻ്റർവ്യൂ വെച്ചെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരം ആണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നുള്ളത് വിഷ് ചെയ്യുക അവരെ. എത്ര പാനൽ മെമ്പേഴ്സ് ഉണ്ട് അതിനനുസരിച്ച് വിഷയം. അപ്പം ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞാൽ അവിടെ 2 സാർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇവിടെ 2 മാം ഇരിക്കുന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് മാം എന്ന് ഇവരോടും പറയാം. ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാം എന്ന് പറയാം. എന്നിട്ട് അവർ നോർമലി പറയും, അവർ സിറ്റ് ഡൗൺ എന്ന് പറയും, അല്ലെങ്കിൽ ഹാവ് യർ സീറ്റ് എന്ന് പറയും. എന്നിട്ട് ചിലപ്പോൾ നമ്മളോട് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലാതെ കയറി ചെന്നുടനെ മൈ നെയിം ഈസ് മേഘ അങ്ങനെ ഒരിക്കലും പറയരുത്. അപ്പം ടേക്ക് ടൈം, റിലാക്സ്, കൂൾ ഡൗൺ, എന്നിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് അവർ പറയും ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഐ എം മേഘ അല്ലെങ്കിൽ മൈ നെയിം ഈസ് മേഘ. അങ്ങനെ നിങ്ങളുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വേർഡിങ്സ് ഉപയോഗിക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. ചാറ്റ് GPT, മെറ്റ AI, അതുപോലെ തന്നെ ജെമിനി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഏതിൽ അടിച്ചു നോക്കിയാലും നല്ല നല്ല സെൻറ്റൻസസ് കിട്ടും. അതൊക്കെ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ആദ്യം തന്നെ പേര് പറയുക, പിന്നെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് പറയുക. ഐ എം ഫ്രം ഷൊർണൂർ, പാലക്കാട് എന്നുള്ളത് പറയുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ്, തൃശ്ശൂർ നിന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പേരും പറയുക, സ്ഥലവും പറയുക. എന്നിട്ട് നമ്മൾ പറയേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. അതായത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എവിടെയാണ് പഠിച്ചതെന്നുള്ളത്. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഒന്നെങ്കിൽ പ്ലെയിൻലി നിങ്ങൾക്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഫ്രം ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഫ്രം മഹാരാജാസ് കോളേജ് എറണാകുളം ആൻഡ് BEd ഫ്രം NSS ട്രെയിനിങ് കോളേജ് ഒറ്റപ്പാലം. ഇങ്ങനെ പറയാം, ഒരൊറ്റ സ്ട്രെച്ചിൽ പറയാം. അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് പറയാം. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഫ്രം ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ ഇൻ 2020 വിത്ത് -%. അങ്ങനെ പറയാം. അങ്ങനെ ഓരോ കോളേജിൻ്റെയും കോഴ്സിനെയും കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇൻ്റർവ്യൂവിനാണല്ലോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഒക്കെ സ്കൂളിൽ ഉണ്ടാകുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ബൈ ആർ സബ്ജക്റ്റ്. നമ്മുടെ സബ്ജക്റ്റും കൂടെ പറയണം. മൈ സബ്ജക്റ്റ് ഇസ് ഇംഗ്ലീഷ് എന്നുള്ളതും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ എവിടെ വർക്ക് ചെയ്തെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയാറ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ BEd, ഐ ഗോട്ട് എ ജോബ് ഇൻ ആൻ ICSE സ്കൂൾ വേർ ഐ ഹാവ് ടോട്ട് ക്ലാസ്സസ് 7th to 10th. അങ്ങനെ പറയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. ICSE സ്കൂളിൻ്റെ പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ICSE സ്കൂൾ മീൻസ് നമ്മൾ പഠിപ്പിച്ച സ്കൂളിൻ്റെ പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം, മെൻഷൻ ചെയ്താൽ നല്ലത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ പറയാം. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ എക്സാം ക്വാളിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ ഏതൊക്കെ അറ്റൻഡ് ചെയ്തു, അങ്ങനെ ക്വാളിഫൈഡ് ആയത് പറയാം. അത് ഐ ഹാവ് ക്വാളിഫൈഡ് KTET കാറ്റഗറി 2 and 3, CTET, കേരള സെറ്റ് ആൻഡ് UGC നെറ്റ് എന്നുള്ളത് പറയാം. അത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു മെയിൻ സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും അവിടെ പറയേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വി ഹാവ് ടു ടോക്ക് അബൌട്ട് അവർ ഫാമിലി. അപ്പോൾ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജോയിൻറ്റ് ഫാമിലി ആണോ, ന്യൂക്ലിയർ ഫാമിലി ആണോ എന്നുള്ളത് നമ്മൾ എടുത്ത് പറയാം. എന്നിട്ട് ആരൊക്കെയാണ് ഫാമിലിയിലെ മെമ്പേഴ്സ് ഉള്ളത് പറയുക. അച്ഛനും അമ്മയും അനിയനൊക്കെ എന്താ ചെയ്യണത്, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരൊക്കെ എന്താ ചെയ്യണം എന്നുള്ളതും ഒക്യുപ്പേഷനും പറയാം. പിന്നെ അടുത്തത് മെയിനായിട്ട് നമ്മൾ ഫാമിലിയുടെ കാര്യമൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ മെയിനായിട്ട് സംസാരിക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി പറയാറ് എൻ്റെ 5th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഡ്രീം ആയിരുന്നു ടീച്ചർ ആവണം എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് അതിലേക്കൊരു ഒരു ചായ്വ് എന്ന് പറയില്ല അങ്ങനെ. അപ്പോൾ ഇംഗ്ലീഷിനോട് അത്രയും ഇഷ്ടം, പാഷനൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചിങ് ഒരു പാഷനായി വന്നു. കാരണം അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട്. ലൈക്ക് എന്നെ 5th സ്റ്റാൻഡേർഡിൽ ഞാനായിരുന്നു ക്ലാസ് ടീച്ചർ. അപ്പോൾ ക്ലാസ്സിലില്ലാത്ത സമയത്ത് എനിക്കാണ് നോട്ട്സൊക്കെ ബോർഡിൽ എഴുതാൻ തരിക. അപ്പോൾ തന്നെ എനിക്ക് ആ ടീച്ചർ എന്നുള്ളൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഇൻസ്പിറേഷൻ ആയതുകൊണ്ടാവാം. പിന്നെ എനിക്ക് മോസ്റ്റ്ലി ഞാൻ പഠിച്ച ക്ലാസ്സുകളിലൊക്കെ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടും ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇംഗ്ലീഷിനോട് ഭയങ്കരമായൊരു താല്പര്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ചൂസ് ചെയ്തത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ
നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ പറയാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബി എഡിന് നമുക്കിങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടെന്നൊക്കെ പറയാം. ക്ലാസ് റൂം മാനേജ്മെൻറ്റും കാര്യങ്ങളും പഠിച്ചു, ക്രിയേറ്റീവായിട്ട് എങ്ങനെ ക്ലാസ് എടുക്കണം എന്നുള്ളത് പഠിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടെക്നിക്സ് ഒക്കെ, നമ്മൾ ബി എഡിന് കുറച്ച് ടെക്നിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, ഗെയിമിംഗ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കാം. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഷെയർ ചെയ്യാം നമുക്ക് അവിടെ, എങ്ങനെയായിരിക്കണം ഒരു ഗ്രാമർ ടോപ്പിക് ടീച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഉപയോഗിക്കാറ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയണം എന്നില്ല. അവർ നിങ്ങളെ നന്നായി കേൾക്കുന്നുണ്ട്. പാനൽ മെമ്പേഴ്സ് വളരെ നന്നായിട്ട് നമ്മളെ ഇങ്ങനെ ഡീൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കിതൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സബ്ജക്റ്റിനോടുള്ള പാഷൻ, ടീച്ചിങ്ങിനോടുള്ള പാഷനെ കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ പാനൽ മെമ്പേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവർ വളരെ ഹിയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് ക്വിക്ക്ലി നമ്മളെ കേട്ടിട്ട് വിടാനുള്ള ആൾക്കാരാണോ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഷോർട്ടാക്കും ചെയ്യാം. അതായത് ഷോർട്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നെയിമും പ്ലേസും പറയാം, പിന്നെ അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മളെവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ പറയാം, പിന്നെ ഫാമിലി മെമ്പേഴ്സ്, ഇത്രയും പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമുക്ക് കുറേ പേര് വന്നിട്ടുണ്ടെങ്കിൽ ഈ പാനൽ മെമ്പേഴ്സ് എല്ലാവരുടെയും ഇങ്ങനെ കേൾക്കാൻ അവർക്ക് ഇങ്ങനെ ബോറടിക്കില്ലേ? ബോറടിക്കാൻ മാത്രമല്ല അവരുടെ ടൈമും മാനേജ് ചെയ്യണം, കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ചിലപ്പോൾ ഷോർട്ടാക്കേണ്ടി വരും. അപ്പോൾ അത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ വളരെ പ്രൗഡായിട്ട് നമ്മൾ നമ്മുടെ സ്കില്ലിൽ പ്രൗഡാണ്, നമ്മുടെ ക്വാളിഫിക്കേഷനിൽ പ്രൗഡാണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ പറയാനായിട്ട്. പിന്നെ അതിനുശേഷം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോവാം. അപ്പോൾ സാരമില്ല, അത് അവർ എടുത്ത് ചോദിക്കും. ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ ഫാമിലീനെ കുറിച്ച് പറയാനായിട്ട് പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ അവർ അബൌട്ട് യുവർ ഫാമിലി നിങ്ങോട് ചോദിച്ചു. അപ്പോൾ അതൊന്നും പേടിക്കേണ്ടതില്ല, നെർവസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. കൂളായിട്ട് തന്നെ റിലാക്സ് ആയിട്ട് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ബ്രീഫായിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് വീഡിയോ യു ക്യാൻ കമൻറ്റ്. ഓക്കെ.